ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന അസൂസിന്റെ ഒരു ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്പ് ആണ്. അപ്പൊ അതിന്റെ മോഡൽ വരുന്നത് G614GG ആണ് വരുന്നത്. കസ്റ്റമർ കംപ്ലൈന്റ് എന്താ പറയുന്നത് വെച്ചാൽ ഒരു ദിവസം ലാപ്ടോപ്പ് എടുത്ത് സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം നോട്ട് വർക്കിംഗ് ആണ്, സിസ്റ്റം ഓൺ ആവുന്നില്ല, അങ്ങനെ അവര് ഡംബിലാക്കി എടുക്കുന്നത്. അപ്പൊ ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ഇത് ലാപ്ടോപ്പ് മൊത്തമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് എവിടെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയക്ക് നമ്മൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഹീറ്റ് സിങ്ക് ഒക്കെ പുറത്തെടുത്താണ്. ഇവിടെ ചെറിയ രീതിയിൽ ഇവിടെ ഫയറിങ് നടന്നുണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക്. ഇതിപ്പോ നമുക്ക് വേറെ ലാപ്ടോപ്പിൽ ഇതേമാതിരി തന്നെ പിന്നെ വീണ്ടും വന്നതാണ്. അപ്പൊ സെയിം കംപ്ലൈന്റ് ഈ ഒരു സൈഡിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ അത് കംപ്ലൈന്റ് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ഫാൻ ഉണ്ട്. ഈ ഫാനിന്റെ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഫാനിന്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. മാർക്കിംഗ് അവിടെ നടന്നത്. മാർക്കിംഗ് കൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് നൈസായിട്ട് ഉരുകിയിരിക്കുന്നത് ഇവിടെ വന്നിട്ട്. അതേമാതിരി തന്നെ ഈ ഒരു ഭാഗം ഫാനിങ് ആണ്. ഇവിടെ ചെറുതായിട്ടുള്ള ആർക്കിംഗ് നടന്നിട്ട് ഇതിൽ കാർബൺ ആണ് ഈ സൈഡിൽ ഫുള്ളായിട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു സംഭവം എങ്ങനെ വന്നു എന്നുള്ളത് ഇത്ര നമുക്കിത് ഈ ലാപ്ടോപ്പ് എങ്ങനെയാ വെച്ചാൽ ഓവർ ഡിലേ ആയിട്ട് വന്നതല്ല, അതോ കാലപ്പഴക്കം കൊണ്ട് വന്ന കംപ്ലൈന്റ് അല്ല. ഇത് കമ്പനി ഡിഫക്റ്റ്, മാനുഫാക്ചർ ഡിഫക്റ്റ് ആയിട്ടാണോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരുന്ന ഒരു വാട്ടറിന്റെ ഒരു അംശം അഥവാ ഈർപ്പത്തിന്റെ അംശം, എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ഒരു 2-3 വർഷം അയക്കണേ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫംഗസ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസിലാണുള്ളത്. പക്ഷെ ഈ ഒരു സെയിം സ്പേസ് തന്നെ സെയിം ഒരു ടൈം പറയുകയാണെങ്കിൽ 1.5 വർഷത്തിന്റെ ഉള്ളിൽ, ഒരു 1.5 വർഷത്തിനുള്ളിലായിട്ടുള്ളൂ. അപ്പൊ ഇത്രയും സമയം കൊണ്ട് ഫംഗസ് ഒന്നും പ്രൊഡക്ഷൻ ചെയ്യാൻ ആയിട്ടില്ല എന്നുള്ളത്. കാരണം ഇത് രണ്ടാമത്തെ ഒരു ലാപ്ടോപ്പ് ഇതേ ടൈമിൽ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം വേറൊരു ഭാഗത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഫംഗസോ കാര്യങ്ങളോ ഒന്നും ഇതിന് വരാനില്ല. ഈ ഫംഗസ് ഇനി പ്രൊഡക്ഷൻ ആവാനുള്ള റീസൺ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു ഭാഗത്ത് ഈ ഗേസിന്റെ ഈ ബാക്ക് കൂടി കയറണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫാനിന്റെ ഈ അകത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങോട്ട് വരണം. എന്നിരുന്നാലും അങ്ങനെ വരികയാണെങ്കിൽ മറ്റുള്ള ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ ഈ പറയുന്ന ഷാർപ്പ് കറക്റ്റ് വേറെ ലാപ്ടോപ്പ് ചെയ്ത എങ്ങനെയാണോ അതേ പോയിന്റ് ഷാർപ്പ് തന്നെയാണ് അവിടെ വീണ്ടും എന്താ ചെയ്യുന്നത്, ഈ കംപ്ലൈന്റ്, ഈ ബാനിങ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ വർക്ക് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. വർക്ക് ചെയ്യണമെങ്കിൽ ലോട്ട് ടൈം എടുക്കുന്നതാണ്, പ്രഷർ അതിലേറെ എടുക്കണം. അപ്പോൾ ഇതിന്റെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.